വിശുദ്ധ ബെർണദെത്തയ്ക്ക് 18 പ്രാവശ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ട വിവിധ സന്ദേശങ്ങൾ നൽകിയ ലോകപ്രസിദ്ധമായ ലൂർദ് തീർത്ഥാടന കേന്ദ്രം. 1858 14 വയസ്സുള്ളപ്പോൾ ബെർണദെത്തയ്ക്ക് ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. ബെർണദെത്തയും സഹോദരിയും അടുത്ത വീട്ടിലെ ഒരു കുട്ടിയും കൂടി ചുള്ളിക്കമ്പുകൾ പെറുക്കുവാൻ പോയപ്പോൾ ഒരു കല്ലുകൾ നിറഞ്ഞ ഒരു ഗ്രോട്ടോയുടെ അടുത്ത് കാറ്റിൻ്റെ ചെറിയൊരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മരത്തിൻ്റെ ചില്ലകൾ അനങ്ങുന്നു. ആ ശബ്ദം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു. ആ പാറക്കെട്ടുകളുടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ വെള്ള വസ്ത്രത്തിൽ ഒരു സ്ത്രീ നിൽക്കുന്നു. നീല റിബൺ ആ വസ്ത്രത്തിൽ കാണാം. ഒരു ചുവന്ന റോസാപ്പൂ പാദത്തിലും കയ്യിൽ ജപമാലയും പിടിച്ചിരിക്കുന്നു. എന്നിട്ട് ആ സ്ത്രീ ബെർണദെത്തയെ ജപമാല ചൊല്ലുവാൻ വേണ്ടി അടുത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ഇത് അവൾ തൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ പിന്നീട് അങ്ങോട്ട് പോകാൻ അവൾക്ക് അനുവാദം നൽകിയില്ല. പിന്നീട് അവൾ പല പ്രാവശ്യം അങ്ങനെ സന്ദർശിക്കുകയും 18 പ്രാവശ്യത്തോളം മാതാവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുക. ഈ പ്രത്യക്ഷപ്പെട്ടിനിടയിൽ ഒരു പ്രാവശ്യം അവളോട് ഒരു സ്ഥലത്ത് കുഴിക്കുവാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ പ്രദേശത്ത് വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത ആ സ്ഥലത്ത് കുഴിച്ച് അവിടെ നിന്നും വെള്ളം കുടിക്കുവാൻ അവിടെ ആവശ്യപ്പെട്ടു. അപ്പോൾ അവൾ ആദ്യം കുഴിച്ചു, ഒന്നും കണ്ടില്ല. വീണ്ടും ഒന്നുകൂടി കുഴിച്ചു, വീണ്ടും അതിലൊന്നും കണ്ടില്ല. വീണ്ടും കുഴിച്ചപ്പോൾ ചെറിയ നനവ് പതുക്കെ അവിടെ നിന്നും വെള്ളം പുറത്തേക്ക് വന്നു. ആദ്യം കയ്യിൽ കോരിയപ്പോൾ അത് ചെളി വെള്ളമായിരുന്നു. പിന്നീട് ഇതുപോലെ 3 പ്രാവശ്യം കോരി 4ാമത് കോരുമ്പോൾ അത് നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് മാറിയെന്ന് പറയുക. പിന്നീട് അവൾ പറഞ്ഞതനുസരിച്ച് മാതാവ് അവിടെ ഒരു ദേവാലയം പണിയുവാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടു. വികാരിയച്ഛനെ അറിയിച്ചു. പക്ഷെ ഒരു കുട്ടി പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യുവാനായിട്ട് ആരും മുതിർന്നില്ല. പക്ഷേ പതുക്കെ ആളുകൾ ഇതറിഞ്ഞ് അവിടേക്ക് ആളുകൾ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ വരാൻ തുടങ്ങി. അങ്ങനെ വികാരിയച്ഛൻ ഇടപെട്ടു. ബിഷപ്പിൻ്റെ അനുവാദത്തോടു കൂടി ചെറിയൊരു ചാപ്പൽ പണിതു. പക്ഷേ ആളുകൾ കൂടുതൽ വന്നു തുടങ്ങി. അങ്ങനെ അതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരിടമായിട്ട് മാറി. ഈ വിശുദ്ധമായ തീർത്ഥാടന കേന്ദ്രത്തിൽ 2 ആഴ്ചയോളം പ്രാർത്ഥിക്കുവാനും താമസിക്കുവാനും ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം പോകുന്നതേ അറിയില്ല. രാവിലെ കുറച്ച് സമയം കുമ്പസാരിപ്പിക്കുകയും നമ്മുടെ കുർബാനയൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് സമയം ഗ്രോട്ടോയിൽ പോയി പ്രാർത്ഥിക്കുവാനൊക്കെ സാധിക്കും. അവിടെയുള്ള പ്രത്യേകതകൾ, ഒന്ന്, ആളുകൾ തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ അത്ഭുത ഉറവയിൽ നിന്നും വെള്ളം കുടിക്കുന്ന, അത്ഭുത ഉറവയിൽ നിന്നും ഒഴുകുന്ന വെള്ളം ശേഖരിച്ച് ആളുകൾ കുളിക്കുന്നതും, പിന്നെ വൈകുന്നേരമുള്ള ദിവികാരുണ്യ പ്രദക്ഷിണവും, രാത്രിയിലുള്ള കാൻഡിൽ ലൈറ്റ് പ്രദക്ഷിണവും, രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥനകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശുദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ഇത്.